നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒപ്പുവെച്ച ചരിത്രപരമായ സമാധാന കരാർ തകർക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുക്കൾ നീക്കുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന നെതന്യാഹു സ്വന്തം അധികാരം നിലനിർത്താൻ ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കുമെന്നാണ് US രഹസ്യാന്വേഷണ വിഭാഗം ട്രംപിന് നൽകിയ മുന്നറിയിപ്പ്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന ഭീതിയാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടും സമാധാനം പൂർണ്ണതോതിൽ എത്തുന്നില്ല എന്നതാണ് വസ്തുത. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഇറാനുമായുള്ള നിർണായക കരാറിൽ ട്രംപ് ഒപ്പുവെച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണം, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മുൻപ് സ്വീകരിച്ചിരുന്ന കർശന നിലപാടുകളിൽ ഇളവ് വരുത്തിയാണ് ട്രംപ് ഇറാന് മുന്നിൽ സമാധാന ഹസ്തം നീട്ടിയത്. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിനൊപ്പം ശതകോടിക്കണക്കിന് ഡോളറിന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കാനും പുനർനിർമ്മാണത്തിനായി 30,000 കോടി ഡോളറിന്റെ നിധി അനുവദിക്കാനും കരാറിൽ വ്യവസ്ഥയുണ്ട്. പകരം ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ 14 സമാധാന പദ്ധതി തങ്ങളെ വഞ്ചിക്കുന്നതാണെന്ന വിലയിരുത്തലാണ് ഇസ്രായേൽ ഭരണകൂടം. ലബനന്റെ തെക്കൻ മേഖലകളിൽ തങ്ങൾ നടത്തിവരുന്ന അധിനിവേശത്തെയും ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടത്തെയും ഈ കരാർ ദുർബലപ്പെടുത്തുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ ട്രംപിന്റെ നയത്തെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ലബനനിൽ നിന്നുള്ള പിന്മാറ്റം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പരാജയമായി ഇസ്രായേൽ വോട്ടർമാർ വിലയിരുത്തുമെന്നാണ് US റിപ്പോർട്ടിലുള്ളത്. ഇസ്രായേൽ മന്ത്രിസഭയിലെ ആഭ്യന്തര സുരക്ഷാ മന്ത്രി ഇച്ചാമർ ബെൻ-ഗുരിന്റെ തീവ്ര നിലപാടുകൾ ഇതിനോടകം വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഒരു ഇസ്രായേൽ അമ്മയുടെ ഓരോ കണ്ണീരിനും പകരമായി 1000 ലബനീസ് അമ്മമാർ കരയണമെന്നും ലബനൻ പൂർണ്ണമായും കത്തിയെരിയണമെന്നുമാണ് അദ്ദേഹം പരസ്യമായി ആഹ്വാനം ചെയ്തത്. യുദ്ധം നീട്ടിമാറ്റിക്കൊണ്ട് മാത്രമേ തങ്ങൾക്ക് രാഷ്ട്രീയ നിലനിൽപ്പുള്ളൂ എന്ന് ഇസ്രായേൽ ഭരണകൂടത്തിലെ ഒരു വിഭാഗത്തിന്റെ ചിന്താഗതിയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തുവരുന്നത്. ഇത് ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയും ഖത്തറും സംയുക്തമായി നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ലബനനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി സ്വിറ്റ്സർലൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ വിപുലമായ ചർച്ചകൾ നടത്താനിരുന്നതുമാണ്. എന്നാൽ ലബനൻ അതിർത്തികളിൽ വീണ്ടും ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ ഈ ചർച്ചകൾ അടിയന്തരമായി റദ്ദാക്കേണ്ടി വന്നു. വെടിനിർത്തൽ സമയപരിധി കഴിഞ്ഞിട്ടും ഇസ്രായേൽ ലബനനിൽ ബോംബാക്രമണം തുടർന്നതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമായാണ് വാഷിംഗ്ടൺ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനോട് കടുത്ത ഭാഷയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസും പ്രതികരിക്കുന്നത്. G7 ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് ഇസ്രായേൽ ലബനനിൽ പരിധിയിലധികം ആളുകളെ കൊന്നൊടുക്കുകയാണെന്ന് ട്രംപ് പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു. ഹിസ്ബുള്ള ഭീകരരെ തിരയുന്നതിന്റെ പേരിൽ സാധാരണക്കാർ താമസിക്കുന്ന ബഹുനില പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർക്കരുതെന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിലും ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ നിലനിൽക്കില്ലെന്ന കടുത്ത പ്രസ്താവനയും ട്രംപ് ആവർത്തിക്കുകയുണ്ടായി. പ്രസിഡന്റിന് ഇതേ നിലപാട് തന്നെയാണ് വൈസ് പ്രസിഡന്റ് JD വാൻസും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ലോകത്തിൽ ഇസ്രായേലിനോട് അനുഭവം പുലർത്തുന്ന ഏക ഭരണത്തലവൻ ഡൊണാൾഡ് ട്രംപ് മാത്രമാണെന്നായിരുന്നു വാൻസ് ഓർമ്മിപ്പിച്ചത്.